الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قل تعالوا واتلوا ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ये सूरत अनआम की आयात हैं 152 से 154 तक ഈ ആയത്തുകൾ സൂറ അൻആമിലെ 152 മുതൽ 154 വരെയുള്ളതാണ്. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: പറയുക, വരുവിൻ, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുക. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ സന്തതികളെ നിങ്ങൾ വധിക്കരുത്. നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം നൽകുന്നത്. പ്രത്യക്ഷമായതും കോപ്യമായതുമായ നീചകൃത്യങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. അള്ളാഹു വിരോധിച്ച ജീവനെ നിയമാനുസൃതമായിട്ടല്ലാതെ നിങ്ങൾ വധിക്കുകയുമരുത്. അള്ളാഹു ഇതിനെ സംബന്ധിച്ച് നിങ്ങളോട് താക്കീതായി അനുശാസിക്കുന്നു, നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നതിനു വേണ്ടി. അനാഥർക്ക് കാര്യപ്രാപ്തി എത്തുന്നതുവരെ ഏറ്റവും ഉന്നതമായ വിധത്തിലല്ലാതെ അതിന്റെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. നിങ്ങൾ അളവും തൂക്കവും നീതിപൂർവം പൂർത്തിയാക്കുക. ഒരാളെയും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും നീതിപൂർവം സംസാരിക്കുക. അള്ളാഹുവിന്റെ കരാറിനെ നിങ്ങൾ പൂർത്തിയാക്കുക. അള്ളാഹു ഇതിനെ സംബന്ധിച്ച് നിങ്ങളോട് താക്കീതായി അനുശാസിക്കുന്നു.
നിങ്ങൾ ഉപദേശം കരസ്ഥമാക്കുന്നതിന് വേണ്ടി. നിങ്ങൾക്ക് ഇതും താക്കീതായി നൽകുന്നു. ഇത് തന്നെയാണ് എന്റെ നേരായ മാർഗം. അതിനാൽ നിങ്ങൾ അത് പിൻപറ്റുക. മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അപ്പോൾ അവ നിങ്ങളെ അവന്റെ മാർഗത്തിൽ നിന്നും തെറ്റിച്ച് ഭിന്നിപ്പിച്ചു കളയും. അവൻ ഇതിനെ സംബന്ധിച്ചും നിങ്ങളോട് അനുശാസിക്കുന്നു, നിങ്ങൾ തഖ്വ കൈക്കൊള്ളുന്നതിന് വേണ്ടി. കഴിഞ്ഞ ഖുത്ബയിൽ റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയതെന്നും അതുകൊണ്ട് വിശുദ്ധ ഖുർആനും റമളാൻ മാസവും തമ്മിൽ പ്രത്യേകമായ ബന്ധം നിലനിൽക്കുന്നു എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ ബന്ധത്തിന് പ്രയോജനം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അതിലെ കൽപ്പനകൾ എന്താണെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ്, അവയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴുമാണ്. ഇതില്ലായെങ്കിൽ വിശുദ്ധ ഖുർആൻ ഏതൊരു ഉദ്ദേശത്തിനായാണോ അവതരിച്ചിരിക്കുന്നത് അത് പൂർത്തിയാകുന്നതല്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി ഒരു സ്ഥലത്ത് പറയുന്നു, മൃഗതുല്യമായ അവസ്ഥയിൽ നിന്നും ശരിയായ മനുഷ്യനാക്കി മാറ്റുക എന്നതായിരുന്നു വിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം. ശരിയായ മനുഷ്യനെ സംസ്കാര സമ്പന്നനായ മനുഷ്യനാക്കി മാറ്റുക. അങ്ങനെ ശരീഅത്തിന്റെ അതിർവരമ്പുകളും കൽപ്പനകളും പാലിച്ചുകൊണ്ട് അവന്റെ വളർച്ചയുടെ പടവുകൾ താണ്ടുന്നവനായി അവൻ മാറട്ടെ. തുടർന്ന് ഇങ്ങനെയുള്ളവരെ ദൈവിക മനുഷ്യരാക്കി മാറ്റിയെടുക്കുക. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആനിൽ വൈജ്ഞാനികപരവും കർമ്മപരവുമായ പൂർത്തീകരണത്തിനുള്ള നിർദ്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈദിന സിറാത്തുൽ മുസ്തഖീം എന്നതിൽ വൈജ്ഞാനികമായ പദവികളുടെ പൂർത്തീകരണത്തിലേക്കാണ് സൂചന നൽകുന്നത്. കർമ്മങ്ങളുടെ പൂർത്തീകരണം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നതിൽ വിവരിച്ചിരിക്കുന്നു. പരിപൂർണവും സമ്പൂർണവുമായ ഫലം ഇത് മുഖേന കരസ്ഥമാകുന്നതാണ്. ഏതുപോലെ ഒരു ചെടി നടുമ്പോൾ അത് പൂർണ്ണ വളർച്ച എത്താത്തതുവരെ അതിൽ പുഷ്പങ്ങളും കായ്കളും ഉണ്ടാകുന്നതെല്ലാം, ഇതേപോലെ ഏതെങ്കിലും മാർഗനിർദ്ദേശം ഉത്തമവും സമ്പൂർണവുമായ ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ആ മാർഗനിർദ്ദേശങ്ങൾ മൃതമായതാണ്. അതിൽ വളരാനും ഉയരാനുമുള്ള ഒരു ശക്തിയും കഴിവും ഉണ്ടാവുകയില്ല. പറയുന്നു, വിശുദ്ധ ഖുർആൻ നൽകുന്ന മാർഗനിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി അത്യുന്നതമായ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കുന്നതാണ്. അവർക്ക് അള്ളാഹുമായി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന സൽപ്രവർത്തികൾ വിശുദ്ധ ഖുർആനിൽ വിവരിച്ച ഒരു പരിശുദ്ധ വൃക്ഷം പോലെ വളരുകയും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള മാധുര്യവും രുചിയും അവർക്ക് ഉണ്ടാകുന്നു. വിശുദ്ധ ഖുർആനോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നാം പഠിക്കുകയാണെങ്കിൽ, തുടർന്ന് അതിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ കർമ്മപരമായും മനുഷ്യരിൽ ഒരു മാറ്റം ഉണ്ടായിത്തീരുന്നതാണ്. ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുന്നതാണ്. പറയുന്നു, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മൃഗതുല്യമായ അവസ്ഥയിൽ നിന്നും കരകയറി സംസ്കാര സമ്പന്നനും ദൈവിക ഗുണങ്ങളോടുകൂടിയ മനുഷ്യനുമായി തീരുന്നു. ദൈവിക മനുഷ്യൻ എന്നാൽ അള്ളാഹുമായി പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ്. ഇതിന്റെ ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഷജറത്തിൻ തയ്യിബത്തിൻ പരിശുദ്ധ വൃക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയത്. അള്ളാഹു പറയുന്നു, അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേര് സുദൃഢമായി അടിയുറച്ചു നിൽക്കുന്നതാണ്. അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിന്റെ അനന്തവിഹായസിൽ വിഹരിക്കുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ വിശദീകരണം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ് നൽകുന്നത്. പറയുന്നു, ഇവിടെ അള്ളാഹു ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിത്ത് പോലെയാണ്. കർമ്മങ്ങൾ ജലസേചനത്തിന് സമാനവും വൃക്ഷങ്ങളെ വെള്ളമൊഴിച്ച് നനക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ കർമ്മങ്ങൾ. വിശുദ്ധ ഖുർആനിൽ കർമ്മത്തിന്റെ ഉദാഹരണം കർഷകന്റെ ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്. കർഷകൻ ഭൂമിയിൽ വിത്ത് വിതക്കുന്നത് പോലെയാണ് വിശ്വാസം സ്വീകരിക്കുക എന്നത്. അവിടെ വിത്ത് വിതക്കുന്നത് പോലെ കർഷകൻ വെള്ളം കൊണ്ട് ജലസേചനം നടത്തുമ്പോൾ ഇവിടെ കർമ്മങ്ങളാണ് വിത്തിനെ വളർത്തുന്നത്. പറയുന്നു, ഓർക്കുക,
കർമ്മങ്ങളില്ലാത്ത വിശ്വാസം जो दरख्त लगाया നദിയില്ലാത്ത തോട്ടം പോലെയാണ്. उसकी आपाशी വൃക്ഷം നടുകയും എന്നാൽ खुश्क हो जाएगा। അത് ईमान कहा നനക്കാനുള്ള കാര്യത്തിലേക്ക് ഉടമസ്ഥൻ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു നാൾ അത് ഉണങ്ങിപ്പോകുന്നതാണ്. വിശ്വാസത്തിന്റെ അവസ്ഥയും ഇതുപോലെയാണ്. വല്ലസീന ജാഹദൂഫീന, നിങ്ങൾ ചെറിയ കർമ്മങ്ങൾ ചെയ്താൽ പോരാ, മറിച്ച് ഈ മാർഗത്തിൽ കഠിനമായ പ്രയത്നം അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്ന कुरान शरीफ जो है उस पर जो तुम्हें बनाना चाहता है वो उस वक्त बन सकते हो കൽപ്പനകളും जो लगाई हैं। कुरान करीम जो अहकामात दिए हैं उनको അതിർവരമ്പുകളും बार अपने ऊपर लागू करो ഓരോന്നോരോന്നായി നിങ്ങളുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരിക എന്ന് തുടക്കത്തിൽ ആ മഹാത്മാവ് പറയാൻ കാരണം ഇതാണ്. हो जाता है। इसके लिए मुजाहिदात की जरूरत है। ഇതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എളുപ്പത്തിൽ ഇതൊന്നും നടക്കുകയില്ല എന്നാണ്. അതിനായി കഠിന പ്രയത്നം അനിവാര്യമാണ്. शरीफ का महीना या അതിനാൽ उनका इस महीने में ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ उस सूरत में फायदा പുണ്യ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആന്റെ അവതരണം हम इसके നമുക്ക് ഗുണം ചെയ്യുന്നത് നാം ഇതിന്റെ കൽപ്പനകളെ अपनी जिंदगियों को ढालेंगे। इस നമ്മുടെ കർമ്മങ്ങളുടെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ്, अपने आप को നമ്മുടെ ജീവിതം ഇതനുസരിച്ച് ചെയ്യുമ്പോഴാണ്. ഈ മാർഗത്തിൽ കഠിന പ്രയത്നം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മെ സ്വയം പ്രയാസത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് ഇതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് तभी हम कुरान करीम की नाज़िल होने അള്ളാഹുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാനും അപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ जहाँ हमें അവതരിച്ച കാര്യം മനസ്സിലാക്കുന്നവരായി മാറുന്നതും നാം അപ്പോഴായിരിക്കും. അതിനാൽ से रोकना है കഠിന പ്രയത്നത്തിലേക്കാണ് ഈ റമദാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. भी कोशिश करनी चाहिए। ഭക്ഷണപാനീയങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കുന്നു, कुरान करीम को समझ ചില അനുവദനീയമായ കാര്യങ്ങളിൽ നിന്നും നാം വിട്ട് നിൽക്കുന്നു. വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനായി ഈ മാസം നാം ശ്രമിക്കുമ്പോൾ अपनी अमली जिंदगी का हिस्सा बनाए ഈ ताकि കൽപ്പനകളെ वो सरसब शाखें നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും ശ്രമിക്കേണ്ടതാണ്. जिनका खुदा അങ്ങനെ ആകാശവുമായി ബന്ധം സ്ഥാപിക്കുന്ന खुदा ताला പച്ചളിപ്പുള്ള ശിഖരങ്ങളായി നമ്മൾ മാറേണ്ടതാണ്. അവർക്ക് അള്ളാഹുമായി ബന്ധമുണ്ടായിരിക്കും. അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നതാണ്. वो सरसब शाखें बनाए जो आसमान तक पहुंचती हैं। നമ്മുടെ വിശ്വാസത്തിന്റെ വേരുകൾ ശരിപ്പെടുത്തുക, ताला के यहाँ मकबूल होती चली നമ്മുടെ കർമ്മങ്ങളെ ആകാശത്തോളം എത്തുന്ന പച്ചളിപ്പുള്ള ശിഖരങ്ങളാക്കി മാറ്റുക. ഇത് മുഖേന നമ്മുടെ പ്രാർത്ഥനകളും ദൈവ സമക്ഷം സ്വീകരിക്കപ്പെടുന്നതാണ്. चंद अहकामात की तरफ तवज्जो ഞാൻ ഓതിക്കേൽപ്പിച്ച ഈ ആയത്തുകളിൽ अहकामात में से അള്ളാഹു താല ചില കൽപ്പനകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ്. जो खुदा ताला का അതിലെ ചില കൽപ്പനകൾ ഈ 2-3 ആയത്തുകളിൽ हुकूकुल्लाह ഉൾപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കി തരുന്നതാണ്, തഖ്വയിൽ ചരിപ്പിക്കുന്നതാണ്. സൃഷ്ടികളോടുള്ള കടമകളെക്കുറിച്ചും സൃഷ്ടാവിനോടുള്ള കടമകളെക്കുറിച്ചും വഴികാട്ടുന്നതാണ്. कि क्या अहकामात हैं ഞാൻ അതിന്റെ അർത്ഥം നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. बता देता हूँ। അതിൽ പറഞ്ഞ കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ്. ഓർമ്മക്കായി ഒന്നുകൂടി പറയാം. फरमाया ഇതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് से उसने सलूक അള്ളാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കുചേർക്കരുതെന്നാണ്. इसको कभी ना രണ്ടാമതായി പറഞ്ഞത് മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുക എന്നതും വളരെ സുപ്രധാനമായ പ്രവൃത്തിയാണ്. ഇതിനൊരിക്കലും മറന്നു കളയരുത്. അവരോട് മോശമായി പെരുമാറുക എന്നത് നിങ്ങൾക്ക് ഹറാമാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ദാരിദ്ര്യം ഭയന്ന് നിങ്ങളുടെ മക്കളെ കൊല്ലരുതെന്നാണ്. बल्कि उनके करीब ഗോപ്യവും പ്രത്യക്ഷവുമായ നാനാതരം ലജ്ജാകരമായ പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ്. അതിന്റെ സമീപത്ത് പോലും പോകരുതെന്ന് നിർദ്ദേശിക്കുന്നു. അഞ്ചാമത്തെ കാര്യം ഒരു ജീവനെയും കൊല്ലരുത് എന്നാണ്. അള്ളാഹു വധിക്കാൻ അനുവദിച്ചത് ഒഴികെ कि यतीमों के माल के करीब भी न എങ്ങനെയാണ് അനുവാദം ഉള്ളത് എന്നും മറ്റുമുള്ള വിശദീകരണം തുടർന്നു വരുന്നു. जाएं जब ये लोग അടുത്തതായി പറയുന്നത് യതീമുകളുടെ ധനത്തെ സമീപിക്കരുതെന്നാണ്. ഏഴാമത്തെ കാര്യം അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ
അവരുടെ സമ്പത്ത് അവരെ തിരിച്ചേൽപ്പിക്കുക. बात ये ഒരുവിധ ഒഴികഴിവും പറഞ്ഞ് ഇതിൽ നിന്നും അകന്നു നിൽക്കരുത്. फिर ये कि हर हालत में എട്ടാമത്തെ കാര്യം പറഞ്ഞത് അളവിലും തൂക്കത്തിലും നീതി പാലിക്കുക. ഏതവസ്ഥയിലും നീതി നടപ്പിൽ कोई अजीज വരുത്തുക. कोई कराबतदारी तुम्हें अदल से न रोके, इंसाफ से न रोके। നീതി നടപ്പിൽ വരുത്തുക. बात ये कि अपने ബന്ധമോ കുടുംബമോ സൗഹൃദമോ നീതി നടപ്പിൽ വരുത്തുന്നതിന് തടസ്സമായി നിൽക്കരുത്. ये कि हर हालत में പത്താമത്തെ കാര്യം പറഞ്ഞത് നിങ്ങളുടെ കരാറുകളെ പാലിക്കുക. നിങ്ങൾ ചെയ്ത പ്രതിജ്ഞകൾ കരാറുകൾ നിറവേറ്റുക. ये वो खास अहम बातें ഏതവസ്ഥയിലും फिर इनकी जुजिया നേരായ പാതയിൽ നിലനിൽക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. इंसान ഇതാണ് ഇതിൽ അടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ. അതിന്റെ അനുബന്ധ കാര്യങ്ങളും പറയുന്നുണ്ട്. अल्लाह ताला ഈ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് തഖ്വയുടെ മാർഗം അവലംബിക്കുന്നവനാണെന്ന് ഒരാളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവനാണെന്ന് അയാളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ഇവിടെ ശ്രദ്ധ ക്ഷണിച്ച ആദ്യത്തെ കാര്യം ये तुम पर हराम है। അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അതിനെക്കുറിച്ച് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അള്ളാഹുവിനോടൊപ്പം ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നതാണ്. നിങ്ങളുടെ നാഥനായ ആ അസ്തിത്വത്തോടൊപ്പം ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. मादी रूहानी सलाहियत അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ്. നിങ്ങളുടെ ബൗദ്ധികവും ആത്മീയവും ശാരീരികവും പ്രകൃതിപരവുമായ എല്ലാ കഴിവുകളെയും പരിപാലിക്കുന്നവനാണ് അവൻ. എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനവനാണ്. ऐसी അതിനാൽ वाले खुदा ഇത്രമാത്രം കഴിവുകളുള്ള അള്ളാഹുവിന്, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന അള്ളാഹുവിനോടൊപ്പം ആരെയെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും പങ്കുചേർക്കുമോ? गहराई में जाकर എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ജനങ്ങൾ പങ്കാളികളെ खुदा खड़े करते സൃഷ്ടിക്കുന്നു. ശിർക്കിന്റെ അർത്ഥമെന്താണെന്ന് ഗഹനമായി അവർ മനസ്സിലാക്കുന്നില്ല. ഇത്രയും മഹത്തവാനായ അള്ളാഹുവിനോടൊപ്പം മറ്റു ദൈവങ്ങളെയും അവർ സങ്കല്പിക്കുന്നു. എല്ലാ കാലത്തും വിവിധ അവസ്ഥകളിൽ इसीलिए ജനങ്ങളിൽ अंबिया सबसे पहले ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. जब आते ही शिर्क की അതുകൊണ്ടാണ് बात करते हैं, പ്രവാചകന്മാർ ताल्लुक पैदा करने വരുമ്പോൾ ആദ്യമായി ഷിർക്കിന്റെ അധ്യാപനങ്ങൾക്കെതിരെ പോരാടുന്നത്. അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുക എന്നവർ ലോകത്തോട് പറയുന്നു. इस बारे में ഷിർക്ക് എന്ന പാപത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അതിനെ ഞാൻ പുറത്തു തരികയില്ല എന്നാണ്. ഇത് സംബന്ധമായി कि हर एक गुनाह ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം अगर अल्लाह ताला के सिवा ഒരു സ്ഥലത്ത് പറയുന്നു, कोई माबूद का എല്ലാ പാപവും തന്നെ പൊറുക്കപ്പെടാവുന്നതാണ്. अफ गुनाह എന്നാൽ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ആരാധ്യനും കാര്യനിർവഹകനും ഉണ്ടെന്ന് കരുതുന്നത് ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാകുന്നു. അതൊരിക്കലും പൊറുക്കപ്പെടുകയില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. की प्रस्तिश की जाए। ഇവിടെ ഷിർക്ക് എന്നതുകൊണ്ട് കല്ലുകളെയും മറ്റും പൂജിക്കുക എന്നത് മാത്രമല്ല, दुनिया में ഭൗതിക വസ്തുക്കളെ ആരാധിക്കുക എന്നതും ഒരു തരം ഷിർക്കാണ്. അതോടൊപ്പം ഭൗതിക കാര്യങ്ങളിൽ മാത്രം പൂർണ്ണമായും का नाम ആശ്രയിക്കുക എന്നതും ഷിർക്കാണ്. ലോകത്തെ പല വസ്തുക്കളിൽ നിന്ന് മനുഷ്യ ഫലമെടുക്കുന്നുണ്ട്. यानी गुनाह അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും തിരിയുക. ഇതിന്റെ പേരാണ് ഷിർക്ക് എന്നത്. तकलीफ नहीं होती, സാധാരണ പാപങ്ങൾക്കുള്ള ഉദാഹരണം ഹുക്ക പോലെയാണ്. मगर शिर्क की मिसाल അത് ഉപേക്ഷിച്ചാലും അത് ഉപയോഗിക്കുന്നവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാകുന്നതല്ല. അതത്ര പ്രയാസമുള്ള കാര്യമായി കരുതുകയില്ല. എന്നാൽ ഷിർക്ക് എന്ന പാപം അഫീബിനെ പോലെയാണ്, കറുപ്പ് എന്ന മയക്കുമരുന്നിനെ പോലെയാണ്. അത് ഉപേക്ഷിക്കാൻ അസാധ്യമായി തീരുന്നു. कि शिर्क 3 किस्म का है। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന്റെ ഉള്ളറയിലേക്ക് ചെന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഷിർക്ക് 3 വിധത്തിലുണ്ട്. ഒന്ന്, പൊതുവിൽ കാണുന്ന ബിംബാരാധന, तीसरी किस्म का शिर्क വൃക്ഷാരാധന മുതലായവ. शिर्क की ये है ചിലർ വൃക്ഷങ്ങളെയും പൂജിക്കുന്നു. पर हद से ज्यादा भरोसा किया ഇത് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന ഷിർക്കാണ്. ഷിർക്കിന്റെ രണ്ടാമത്തെ വിധം ഭൗതിക വസ്തുക്കളിൽ അമിതമായ ആശ്രയം കണ്ടെത്തുക എന്നതാണ്. ഇന്ന പ്രവൃത്തി നടന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നശിച്ചുപോയേനെ. ഇതും ഷിർക്കാണ്. ഷിർക്കിന്റെ മൂന്നാമത്തെ വിധം അള്ളാഹുവിന്റെ അസ്തിത്വത്തോടൊപ്പം തന്റെ അസ്തിത്വവും എന്തോ ഒന്നാണെന്ന് കരുതുക. से पहले അതായത് എനിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ധാരണ. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ്.
ഒരു വിശ്വാസി തന്റെ ഏത് പ്രവൃത്തിയും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നു. ആദ്യതരം ഷിർക്കിൽ ഈ ആധുനിക യുഗത്തിൽ ബുദ്ധിയുള്ള ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയാം, മരങ്ങളെയും മറ്റും പൂജിക്കുന്ന ആ ഷിർക്കിൽ. എന്നാൽ ഈ ഭൗതിക മുന്നേറ്റത്തിന്റെ കാലത്ത് ഭൗതിക വസ്തുക്കളിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്ന ഷിർക്കിൽ പലരും അകപ്പെട്ടിരിക്കുന്നു. ഭൗതിക വസ്തുക്കളിലും ജനങ്ങളിലും മാർഗങ്ങളിലും സമ്പത്തിലും ആശ്രയിക്കുക എന്നത് ഇക്കാലത്ത് വളരെ കൂടിയിരിക്കുന്നു. ഭൗതിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യരും പെടുന്നതാണ്. മനുഷ്യരെയും ധനത്തെയും സാധനങ്ങളെയും ആശ്രയിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉടമസ്ഥരെയും മേധാവികളെയും പൂർണ്ണമായും ആശ്രയിക്കുന്നു. ചിലർ തങ്ങളുടെ ഓഫീസർമാരെ വല്ലാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും വസ്തുവിലോ മനുഷ്യരിലോ ആവശ്യത്തേക്കാൾ കൂടുതൽ ആശയം കണ്ടെത്തുമ്പോൾ മനുഷ്യൻ തന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ മറന്നുകളയുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരാളുടെ അസ്തിത്വം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ആരാധ്യനായിത്തീരുന്നു. ഇന്ന വ്യക്തിയില്ലാതെ എനിക്ക് ജീവിക്കാനേ കഴിയില്ലെന്ന് കരുതുകയാണെങ്കിൽ ആ വ്യക്തി അള്ളാഹുവിന് പകരമായി തീരുന്നതാണ്. അത് പിന്നീട് ആരാധ്യ വസ്തുവായി മാറുന്നു. ആ വ്യക്തിയോടുള്ള ബന്ധം സ്ഥാപിക്കലും ആരാധനയായി മാറുന്നു. എന്നാൽ ആരാധനക്കർഹൻ അള്ളാഹുവിന്റെ അസ്തിത്വം മാത്രമാണ്. അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും സൃഷ്ടിച്ചത് ആരാധനക്കായാണ്. എന്താണ് ഇബാദത്ത്? ഇബാദത്തിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം കാര്യനിർവാഹകനായി അവനെ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണതയിൽ എത്തിക്കുന്നവൻ, അതിൽ വിജയം നൽകുന്നവൻ എല്ലാം അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനെ ആരാധിക്കൽ എന്നത് ഇതാണ്, നിങ്ങൾ അവരിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക. തുടർന്ന് പറയുന്നു, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കുക. എപ്പോഴും ജീവനായിട്ടുള്ളവൻ അവനാണ്. അവനെ സ്നേഹിക്കുക. ലോകത്തുള്ള മറ്റു പൊഴിദൈവങ്ങൾ ഇല്ലാതായിത്തീരും. സജീവനായിട്ടുള്ള അസ്തിത്വം അള്ളാഹുവിന്റേത് മാത്രമാണ്. അതുകൊണ്ട് അവരെ മാത്രം സ്നേഹിക്കുക. പറയുന്നു, ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് പ്രത്യേക ബന്ധം സ്ഥാപിക്കുക എന്നതാണ് വിശ്വാസത്തിന്റെ അവസ്ഥ. ഇതല്ലാത്ത മറ്റെല്ലാം തന്നെ ഒന്നുമല്ലെന്ന് കരുതുക. ആരാണോ മക്കളെയോ മാതാപിതാക്കളെയോ മറ്റു വല്ലതിനെയോ വളരെ പ്രിയപ്പെട്ടതായി കരുതുന്നത്, എപ്പോഴും അവരെക്കുറിച്ച് മാത്രം ചിന്താകുലരായിരിക്കുന്നത്, അതും ഒരു തരത്തിലുള്ള ബിംബാരാധനയാണ്. ഹിന്ദുക്കളെ പോലെ ബിംബങ്ങളെ കൊണ്ടുവന്ന് അതിനു മുമ്പിൽ ചടഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബിംബാരാധന, അവർ അതിന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമവും ചെയ്യുന്നു. അതിൽ കവിഞ്ഞ രീതിയിലുള്ള സ്നേഹവും ഒരു തരം ആരാധനയാണ്. പറയുന്നു, ജനങ്ങളെ, ഒരു പങ്കുകാരനില്ലാത്തവനും നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. ആ സർവശക്തനായവനെ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പും ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയുമാക്കിയിരിക്കുന്നു. മേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ പഴവർഗ്ഗങ്ങളിൽ നിന്നും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഗുണത്തിനായി അവൻ സൃഷ്ടിച്ചിരിക്കുന്ന വസ്തുക്കളെ അവനോടൊപ്പം പങ്കുചേർക്കാതിരിക്കുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാധനയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ ആരാധനയാണ്. മുമ്പ് ഒരായത്തിൽ വന്നതുപോലെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ആരാധനയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നാനാതരം വക്രതയും ഹൃദയകാഠിന്യവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹൃദയമാകുന്ന ഭൂമിയെ പരിപൂർണമായും വൃത്തിയാക്കി തീർക്കുക. ഏതുപോലെ കർഷകൻ കൃഷിയിടത്തെ വൃത്തിയാക്കുന്നുവോ അതേപോലെ അറബികൾ മാറും അബ്ബദുൻ എന്ന് പറയും. സുറുമയെ
പൊടിച്ച് വളരെ ലോലമാക്കുകയും അതിനെ കണ്ണിലിടാൻ പാകപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേപോലെ ഹൃദയമാകുന്ന ഭൂമിയിൽ ഒരു തരത്തിലുമുള്ള കല്ലും പാറകളും കുണ്ടും കുഴിയും ഒന്നും ഇല്ലാതാക്കി തീർക്കുകയും അത് പൂർണ്ണമായും വൃത്തിയുള്ളതാക്കി തീർക്കുകയും ആത്മാവ് മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്നതിനാണ് ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത്. ഈ ഒരു വൃത്തിയും ശരിപ്പെടുത്തലും കണ്ണാടിയുടെ മേൽ നാം ചെയ്യുമ്പോൾ അതിൽ രൂപം കാണാൻ തുടങ്ങുന്നു. ഭൂമിയെ ഈ രീതിയിൽ വൃത്തിയാക്കുകയാണെങ്കിൽ അതിൽ വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ഹൃദയം ശുദ്ധമാക്കുകയും അതിൽ ഒരു തരത്തിലുള്ള വക്രതയും അസമത്വവും കല്ലും പാറക്കഷണങ്ങളും ഒന്നും ഇല്ലാതാക്കി തീർക്കുകയും ചെയ്താൽ അതിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിനോടുള്ള സ്നേഹം ആ ഹൃദയത്തിൽ വളർന്ന് പന്തലിക്കുന്നതാണ്. ഹൃദയം ശുദ്ധമാകുകയും അള്ളാഹുവിന് വേണ്ടി സർവ്വതും ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അവനെ എല്ലാമായി മനസ്സിലാക്കുകയും അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്താൽ അതിൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന് വൃക്ഷം വളർന്ന് വലുതാകുന്നതാണ്. അതിൽ മാധുര്യമുള്ള നല്ല ഫലങ്ങൾ കായ്ക്കുന്നതാണ്. ഉക്കുലുഹ ദായിമുൻ എന്നതിന് അനുസരിച്ചായിരിക്കും അത് ഉണ്ടാവുക. മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം വിശദീകരിക്കുന്നു, അള്ളാഹുവിന് മുമ്പിൽ പൂർണ്ണ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിൽക്കുന്നത് വ്യക്തിപരമായി അവനോടുള്ള സ്നേഹമില്ലാതെ സാധ്യമല്ല. അള്ളാഹുവിന് മുമ്പിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ വിനയത്തോടും താഴ്മയോടും കൂടി ഒരു മനുഷ്യൻ നിൽക്കാൻ സാധിക്കുന്നത് അള്ളാഹുമായി അവന് വ്യക്തിപരമായ ഒരു ബന്ധവും സ്നേഹവും ഉണ്ടായിത്തീരുമ്പോഴാണ്. ഇതില്ലാതെ അത് സാധ്യമാകുന്നതല്ല. സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകപക്ഷീയമായ സ്നേഹമല്ല. ഇവിടെ സ്താവിന്റെയും സൃഷ്ടിയുടെയും രണ്ട് സ്നേഹവും ആണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നും സ്നേഹത്തിനുള്ള മറുപടിയും ലഭിക്കുന്നു. മരിക്കുന്ന വ്യക്തിയിൽ മിന്നലിന്റെ തീ വീഴുകയും അതവന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുകയും അങ്ങനെ മാനുഷികമായ വൈകല്യങ്ങളെ കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്യുന്നു. അത് രണ്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആത്മീയ അസ്തിത്വത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. ഇടിമിന്നൽ മനുഷ്യനിൽ പതിക്കുമ്പോൾ മനുഷ്യൻ കത്തിക്കരിയുന്നു. ഇതേപോലെ ഈ സ്നേഹം എന്നത് അഗ്നിയായി മാറേണ്ടതാണ്, ജ്വാലയായി തീരേണ്ടതാണ്. റമളാൻ എന്നതിന്റെ ഒരർത്ഥം തന്നെ ജ്വലിക്കുക എന്നതാണ്. മനുഷ്യന്റെ ബലഹീനതകൾ, ദുസ്വഭാവങ്ങൾ, അതിനെയെല്ലാം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്നതാണ്. അവന്റെ അസ്തിത്വത്തിൽ ആത്മീയത കൊടികുത്തി വാഴുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നതാണ്. ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം. റമളാൻ മാസത്തിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായി നാം എത്തിച്ചേരേണ്ട സ്ഥാനമാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് വിവരിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം മറ്റെല്ലാ സ്നേഹത്തെയും കീഴ്പ്പെടുത്തുമ്പോൾ എല്ലാത്തരം ശിർക്കിൽ നിന്നും മനുഷ്യൻ സുന്ദരനായിത്തീരുന്നു. അള്ളാഹു ഈ റമളാനിൽ ഇങ്ങനെയുള്ള ആരാധന ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അവനോടുള്ള സ്ഥായിയായ സ്നേഹം നമ്മിൽ ഉണ്ടായിത്തീരട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന രണ്ടാമത്തെ കൽപ്പന മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുക എന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രമം തന്നെ മനുഷ്യ ജീവിതത്തിലെ പ്രകൃതിപരമായ ക്രമമാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് ശേഷം ഈ ലോകത്ത് മാതാപിതാക്കളാണ് കുട്ടികളുടെ പരിപാലനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കുന്നത്. ദരിദ്രരായ മാതാപിതാക്കൾ പോലും തങ്ങളുടെ വൃത്തത്തിൽ അവരുടെ മക്കളെ നല്ല നിലക്ക് വളർത്താൻ ശ്രമിച്ചു വരുന്നു. അതിനായി പൊതുവിൽ അവർ പല ത്യാഗങ്ങളും ചെയ്യുന്നു. പറയുന്നു, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുക. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ वकुल लहुमा ഖൗലൻ കരീമ. അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് നിന്റെ നാഥൻ ശക്തമായ ആജ്ഞ നൽകിയിരിക്കുന്നു. മാതാപിതാക്കളോട് നല്ല രീതിയിൽ
പെരുമാറണമെന്നും बाज दफा അവർ രണ്ടുപേരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ നിന്റെ ജീവിതകാലത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. നീ അവർ രണ്ടുപേരോടും കയർത്ത് സംസാരിക്കരുത്. അവർ രണ്ടുപേരോടും മാന്യമായി വാക്ക് പറയുക. जुल्म करते हैं। ചിലപ്പോൾ बाज बहनें अपने भाइयों के मुतालिक लिखती हैं, വിദ്യാഭ്യാസമുള്ള माँ बाप पर കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള മക്കളുടെ മാതാപിതാക്കളിൽ നിന്നും പരാതികൾ വരാറുണ്ട്. അജ്ഞരായ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നല്ല എന്നോർക്കണം. കുട്ടികൾ മോശമാണെന്നും അവർ തങ്ങളുടെ അവകാശങ്ങൾ നൽകുന്നില്ലെന്നും മാത്രമല്ല, മറിച്ച് അക്രമം പ്രവർത്തിക്കുന്ന മാതാപിതാക്കളോടും. ചില സഹോദരിമാർ തങ്ങളുടെ സഹോദരന്മാരെ കുറിച്ച് അവർ മാതാപിതാക്കളെ മർദ്ദിക്കുക പോലും ചെയ്യുന്നുണ്ട് എന്ന് പരാതിപ്പെടാറുണ്ട്. പൊതുവിൽ സ്വത്ത് പ്രശ്നം വരുമ്പോഴാണ് മാതാപിതാക്കളോട് വളരെ അപമര്യാദയായി പെരുമാറുന്നതായി കണ്ടുവരുന്നത്. वही वालिदैन മാതാപിതാക്കളുടെ ജീവിതത്തിൽ തന്നെ बाज ऐसे बच्चे भी കുട്ടികൾക്ക് उनको देने, और ये സ്വത്തിന്റെ കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോൾ മുതൽ ഈ അപമര്യാദയായ പെരുമാറ്റം തുടങ്ങുന്നു. മക്കൾക്ക് മാതാപിതാക്കൾ സ്വത്ത് വിഹിതം വെച്ച് നൽകുമ്പോൾ അവരോട് പല വിധത്തിലുള്ള ക്രൂരതകളും यहाँ भी ചെയ്യുന്നു. സ്വത്തിന്റെ ഉടമസ്ഥരായ മാതാപിതാക്കൾ नाम पर वो बच्चे जो नौजवानी में कदम रख रहे हैं, പിന്നീട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പുറംതള്ളപ്പെടുകയും ചെയ്യുന്നു. അത് ഇവിടെയും നടക്കുന്നുണ്ട്. ये तालीम ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ അടുത്തും കാണാം. नहीं सिखाती, क्योंकि यहाँ अमूमन ये कहा जाता है कि बच्चे आजाद हैं एक उम्र को पहुंच के, ഈ നാട്ടിലും या ഈ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ जो यहाँ बच्चों യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുട്ടികൾ അപമര്യാദയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ ആദരിക്കാൻ ഇവിടെയുള്ള വിദ്യാഭ്യാസം അവരെ പഠിപ്പിക്കുന്നില്ല. കാരണം കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞ സ്വതന്ത്രരാണെന്നാണ് ഇവിടെ പറയുന്നത്. इस्लाम की ഇവിടെ जो खूबसूरत കുട്ടികൾക്ക് നൽകപ്പെടുന്ന ഈ സ്വാതന്ത്ര്യം, एहसान का सलूक करो, ഇത് മുതിർന്നവരെ പരിഗണിക്കാൻ അധ്യാപനം നൽകാത്തതാണ്. മാതാപിതാക്കളുടെ അഭിമാനം माँ बाप के സംരക്ഷിക്കാത്തതാണ്. ഇത് യഥാർത്ഥത്തിൽ ശരിയായ വിദ്യാഭ്യാസമോ പുരോഗമന ചിന്താഗതിയോ അല്ല, മറിച്ച് അജ്ഞതയാണ്. ऐसा अमल करो ഇസ്ലാം നൽകുന്ന പാഠം മനോഹരമാണ്. അത് പഠിപ്പിക്കുന്നത് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നും അവരെ ആദരിക്കുക എന്നും कि तुम उतार ही नहीं सकते। വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഛേ എന്ന് പോലും പറയരുത് എന്നുമാണ്. ഇത് മാതാപിതാക്കളെ ആദരിക്കാൻ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഇത് പഠിപ്പിക്കുന്നു. പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായതായിരിക്കണം. അതല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാതാപിതാക്കൾ ചെയ്ത ഉപകാരത്തിന് പൂർണ്ണമായ പ്രത്യുപകാരം നിങ്ങൾക്ക് ചെയ്യാനേ സാധ്യമല്ല. മാതാപിതാക്കളുടെ ഉപകാരത്തിന് പകരം നൽകാൻ കുട്ടികളെ അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ മാതാപിതാക്കൾക്കായി ഇപ്രകാരം പ്രാർത്ഥിക്കുക എന്നതാണ്. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറ, ഞങ്ങളുടെ നാഥ, ഇവർ ये वो आला എന്നോട് ചെറുപ്രായത്തിൽ കരുണ ചെയ്തതുപോലെ അവരിലും നീ കരുണ ചൊരിയണമേ. എന്നോട് കരുണ ചെയ്തുകൊണ്ട് जिंदगी की दुआ नहीं, അവർ എന്നെ പോറ്റി വളർത്തുകയുണ്ടായി. ഈ ഒരു അത്യുന്നതമായ അധ്യാപനമാണ് മാതാപിതാക്കളെക്കുറിച്ച് കുട്ടികൾക്ക് ഇസ്ലാം നൽകുന്നത്. ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കൾക്കായി സ്വീകരിക്കേണ്ട ഉന്നത ധാർമ്മിക ഗുണമാണിത്. ഈ പ്രാർത്ഥന ഈ ജീവിതത്തിൽ മാത്രം ഫലം നൽകുന്നതല്ല, अल्लाह ताला पूरा फरमाए। മറിച്ച് മാതാപിതാക്കളുടെ മരണശേഷവും അവരുടെ ആത്മീയ ഉന്നമനത്തിന് ഇത് കാരണമായി തീരുന്നതാണ്. ഈ ജീവിതത്തിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞങ്ങളിൽ നിന്ന് വന്ന കുറവിനെ അല്ലാഹുവേ നീ നികത്തേണമേ എന്നും നിന്റെ പ്രത്യേക കാരുണ്യത്തിൽ നീ അവരെ വെക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഈ കാരുണ്യത്തിന്റെ ശൃംഖല അല്ലാഹുവെ പരലോകത്തും നീ തുടർന്നു കൊണ്ടുപോകണമേ. അവരുടെ പദവികളെ അല്ലാഹുവെ നീ ഉയർത്തേണമേ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, कि इंसान बच्चा होता है और किसी किस्म की മറ്റൊരാളെയും ആരാധിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. क्या क्या മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യുക. तो उस हालत में माँ की അള്ളാഹുവിനെ ആരാധിക്കാനും മാതാപിതാക്കളോട് നന്മ ചെയ്യാനും അള്ളാഹു കൽപ്പിക്കുന്നു. नातवां मखलूक ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ दो महल ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ അവരെ പരിപാലിക്കുന്നത് മാതാവാണ്. एक पर ആ സമയത്ത് മാതാവിന്റെ ശ്രമത്തിന് പിതാവ് എല്ലാവിധ സഹായവും ചെയ്യുന്നു. അള്ളാഹു തന്റെ ഫദ്ല് കാരണം അപൂർണമായ തന്റെ സൃഷ്ടിയുടെ പരിപൂർണതയ്ക്ക് രണ്ട് അവസ്ഥകളാണ് വെച്ചിട്ടുള്ളത്. തന്റെ സ്നേഹത്തിന്റെ ഒരംശം
അവരിൽ അവൻ ഇട്ടിരിക്കുന്നു. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സ്നേഹം സ്ഥായിയായിട്ടുള്ളതാണ്. ഹൃദയത്തിൽ അള്ളാഹു ഇത് ഇടുന്നില്ലെങ്കിൽ ആർക്കും തന്നെ സുഹൃത്തായാലും തുല്യ പദവിയുള്ളവരായാലും ഭരണാധികാരിയായാലും ആരെയും സ്നേഹിക്കാൻ അവർക്ക് സാധ്യമല്ല. മാതാപിതാക്കൾ മക്കളുടെ പരിപാലനത്തിനായി എന്ത് കഷ്ടതകളും സഹിച്ച് അവരെ സ്നേഹിക്കുക എന്നത് അള്ളാഹുവിന്റെ പരിപാലന കർത്തൃത്വത്തിന്റെ ഒരു ഭാഗമാണ്. എത്രമാത്രമെന്നാൽ അവരുടെ ജീവൻ നിലനിർത്തുന്നതിനായി മാതാപിതാക്കൾ മരിക്കാൻ പോലും തയ്യാറാകുന്നു. പറയുന്നു, ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാതാപിതാക്കളോട് അപമര്യാദയായി സംസാരിക്കരുത്, അവരോട് അനാദരവ് കാണിക്കുന്ന രീതിയിൽ പെരുമാറരുത്. ഈ ആയത്തിന്റെ സംബോധിതർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നാൽ ഇതിന്റെ ഉദ്ദേശം മുസ്ലിം സമൂഹമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സംബോധന ചെയ്തതെങ്കിലും ഉദ്ദേശം സമൂഹമാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ തിരുനബിയുടെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ഈ കൽപ്പനയിൽ ഒരു രഹസ്യം കൂടി അടങ്ങിയിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്നും ഒരു ബുദ്ധിമാനായ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തിരുനബിയുടെ മാതാപിതാക്കളെ ആദരിക്കാൻ കൽപ്പിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രായത്തെയും സ്ഥാനത്തെയും നീ വിലമതിക്കണം എന്ന് പറയുമ്പോൾ, മറ്റുള്ളവർക്ക് തങ്ങളുടെ മാതാപിതാക്കളെ എന്തുമാത്രം ആദരിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ആയത്തും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ നാഥൻ കൽപ്പിക്കുന്നത് നീ അവനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണമെന്നുമാണ്. ബിംബങ്ങളെ പൂജിക്കുന്നവരോട് ഇവിടെ പറയുന്നത് ബിംബങ്ങൾ ഒന്നും തന്നെയല്ല എന്നാണ്. കാരണം ബിംബങ്ങൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ടില്ല, നിങ്ങളെ അവ സൃഷ്ടിച്ചിട്ടില്ല, നിങ്ങളുടെ ചെറുപ്രായത്തിൽ അവർ പരിപാലിച്ചിട്ടില്ല. അള്ളാഹുവിനോടൊപ്പം മറ്റു വല്ലവരെയും ആരാധിക്കാൻ അവൻ കൽപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാതാപിതാക്കളെ ആരാധിക്കാൻ അവന് കൽപ്പിക്കാമായിരുന്നേനെ. കാരണം അവരും അലങ്കാരിക അർത്ഥത്തിൽ റബ്ബാണ്, പരിപാലകരാണ്. എല്ലാവരും എത്രമാത്രമെന്നാൽ പക്ഷിമൃഗാദികൾ പോലും തന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിനും സംരക്ഷിക്കുന്നു, ചെറുപ്രായത്തിൽ അവരെ സംരക്ഷിക്കുന്നു. അതിനാൽ അള്ളാഹുവിന്റെ പരിപാലനത്തിന് ശേഷം അവരുടെയും ഒരു പരിപാലന കർത്തൃത്വമുണ്ട്. ഈ പരിപാലന കർത്തൃത്വത്തിനുള്ള വികാരവും അള്ളാഹുവിൽ നിന്നാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കുട്ടികളെ പരിപാലിക്കാനും അവരെ പോറ്റി വളർത്താനും ഉള്ള വികാരം അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ മാതാപിതാക്കളുടെ സ്ഥാനമാണിത്. ഇതെപ്പോഴും നാം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഒരു ഹദീസിൽ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആ വ്യക്തി അപമാനിതനാകട്ടെ, ആ വ്യക്തി അപമാനിതനാകട്ടെ. ഈ വാക്കുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചു. അതായത് ആ വ്യക്തി വളരെ നിർഭാഗ്യവാനാണ്. സഹാബാക്കൾ ചോദിച്ചു, ആ വ്യക്തി ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ മാതാപിതാക്കളെ തന്റെ ജീവിതത്തിൽ ലഭിക്കുകയും എന്നാൽ അവർക്ക് സേവനം ചെയ്തുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുകയും ചെയ്യാത്ത വ്യക്തി. ഈ ആയത്തിലെ അടുത്ത കൽപ്പന വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ് എന്നതാണ്. ദാരിദ്ര്യം കാരണം നിങ്ങളുടെ മക്കളെ വധിക്കരുത്. ഇതിനും വിവിധാർത്ഥങ്ങളുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളുടെ ഒരു സൗന്ദര്യം കൂടി പ്രകടമാകുന്നു. ആദ്യം കൽപ്പിച്ചത് മക്കളോടാണ്. മാതാപിതാക്കളെ നിങ്ങൾ സേവിക്കണം, അവരോട് നന്മ പ്രവർത്തിക്കണം, അവരുടെ ഒരു പ്രവർത്തനത്തിലും നീരസം പ്രകടിപ്പിക്കരുത്. ഒരു കാര്യം മോശമായി തോന്നുമ്പോഴാണ് അനിഷ്ടം ഉണ്ടാവുക. മാതാപിതാക്കളുടെ ഏതെങ്കിലും കാര്യം മോശമായി തോന്നിയാലും നിങ്ങൾ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് മറുപടി പറയരുത്. ഇതിന് പ്രതികരണത്തിന് പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാരുണ്യവും അനുസരണവുമാണ് വേണ്ടത്. ഇനി നൽകുന്നത് മാതാപിതാക്കൾക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഉന്നത ശിക്ഷണം നൽകുക. ഈ ശിക്ഷണ കാര്യത്തിൽ ഒരു തടസ്സവും പാടില്ല. ദാരിദ്ര്യം ഇതിന് തടസ്സമാകരുത്. കുട്ടികളുടെ ശിക്ഷണം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെക്കുറിച്ച് മേൽനോട്ടം വഹിക്കുകയും അങ്ങനെ അവരെ ആത്മീയവും ധാർമ്മികവുമായ രീതിയിൽ മൃതതുല്യമാകാതിരിക്കാൻ നോക്കണമെന്നും മാതാപിതാക്കൾക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാതെ അവരെ വധിച്ചു കളയരുത്. അനാവശ്യ മെച്ചം വെക്കൽ കാരണം അവരുടെ ആരോഗ്യത്തെ തകർക്കരുത്.
മാതാപിതാക്കൾക്ക് പരിപാലന കർത്തൃത്വ സ്ഥാനം നൽകിയതുകൊണ്ട് കുട്ടികളുടെ പരിപാലന കാര്യം ശ്രദ്ധിക്കുക എന്നത് അവർക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. സമൂഹത്തിന്റെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കുക എന്നത് മാതാപിതാക്കളുടെ നിർബന്ധ കടമയാണ്. ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് കുട്ടികളെ വധിക്കുന്നതിന് സമാനമാണ്. ബുദ്ധിയുള്ള ആരും പൊതുവിൽ ബാഹ്യമായി തങ്ങളുടെ മക്കളെ വധിക്കാറില്ല. ചില കുബുദ്ധികളും ദൈവത്തെ മറന്നവരുമല്ലാതെ അവർക്ക് തങ്ങളുടെ ഇച്ഛകളെ പൂർത്തിയാക്കുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. അങ്ങനെയുള്ളവരുടെ വാർത്തകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കാറുണ്ട്. തന്റെ സുഹൃത്തിനോടൊപ്പം ചേർന്ന് സ്വന്തം കുട്ടിയെ കൊന്നുകളഞ്ഞെന്നുള്ള വാർത്ത വരുന്നു. മാതാവോ പിതാവോ തന്റെ മക്കളോടൊപ്പം ചില പ്രശ്നങ്ങൾ കാരണം തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വാർത്തയും ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് വരാറുണ്ട്. ഇത് വളരെ നിരാശയുടെ ഒരവസ്ഥയാണ്, ഭ്രാന്തമായ ഒരു നടപടിയാണ്. എന്നാൽ പൊതുവിൽ ഇങ്ങനെയല്ല മാതാപിതാക്കൾ മക്കളോട് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ആയത്തിന് വിവിധാർത്ഥങ്ങളുണ്ട്. വധിക്കുക എന്നതിന് വിവിധ വീക്ഷണങ്ങളുണ്ട്. ഒരർത്ഥം കുട്ടികളെ ശരിയായ രീതിയിൽ ശിക്ഷണം നൽകുന്നില്ലെങ്കിൽ ഇത് അവരെ കൊല്ലുന്നതിന് സമാനമാണ്. ചിലർ തങ്ങളുടെ ജോലി തിരക്ക് കാരണം കുട്ടികളെ ശ്രദ്ധിക്കാറില്ല, അവരെ മറന്നുകളയുന്നു. ഇത് കാരണം കുട്ടികൾ മോശമായി തീരുന്നു. ജമാഅത്തിനകത്തും ഇவ்வித പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. പിതാവ് പുറത്തു പോയതുകൊണ്ട്, ജോലിയിൽ മുഴുകിയതുകൊണ്ട്, വീട്ടിൽ ഇല്ലാത്തത് കാരണം കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാതാക്കൾ പരാതിപ്പെടുന്നു. അത് കാരണം കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു. കുട്ടികൾ കൗമാരത്തിലെത്തുമ്പോഴും യുവത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഈ സമയത്ത് പിതാവിന്റെ ശ്രദ്ധയും സൗഹൃദവും കുട്ടികൾക്ക് അനിവാര്യമാണ്. ഇക്കാര്യത്തിലേക്ക് നേരത്തെയും ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളതാണ്. പുറമേയുള്ള ചുറ്റുപാടിൽ നിന്നും വളരെ മോശമായ കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും അവൻ വരിക. അത് കുട്ടികളുടെ ധാർമ്മിക വധമാണ്. പിതാവ് എത്ര ഒഴികഴിവ് പറഞ്ഞാലും ശരി, ഞങ്ങൾ കുട്ടികൾക്കായാണ് എല്ലാം ചെയ്യുന്നതെന്ന് ന്യായീകരിച്ചാലും ശരി, അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. കുട്ടികളുടെ ധാർമ്മികതയെ നശിപ്പിച്ചുകൊണ്ട് എന്ത് സമ്പാദിച്ചാലും അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ പിതാക്കൾ കുറെ സമ്പാദിച്ച് ഉപേക്ഷിച്ച് പോയാൽ തന്നെ ആ കുട്ടികൾ അത് ശരിയാവണ്ണം ചിലവഴിക്കുമെന്ന് എന്താണ് ഉറപ്പ്? സമ്പത്തും കുട്ടികളും ഇല്ലാതായിത്തീരുന്ന ഒരു ദുരവസ്ഥയായിരിക്കും സംഭവിക്കുക. മറ്റൊരു പ്രശ്നം ഉമ്മമാരുടെ ജോലിക്ക് പോകുന്നു എന്നതാണ്. ഉമ്മമാരും ജോലിക്ക് പോകുന്നു എന്നതാണ്. ഇവിടെ ജമാഅത്തിനകത്തും ഈ ഒരു പ്രശ്നം വളർന്നു വരുന്നുണ്ട്. അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നില്ല, കുറവാണ്, കറങ്ങി നടക്കുന്നു, എന്തെങ്കിലും പറഞ്ഞ് നടക്കുകയായിരിക്കും. പ്രത്യേക ജോലിയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ അവരെ നോക്കാൻ ആരുമുണ്ടാകില്ല. ഉമ്മമാർ പറയുന്നത് വീട്ടിലെ ചെലവ് നികത്താനാണ് ജോലിക്ക് പോകുന്നത് എന്നാണ്. എന്നാൽ പലരും തന്നെ സ്വന്തം ചെലവിന് വേണ്ടി ജോലിക്ക് പോകുന്നവരുണ്ട്. ക്ഷീണിച്ച് അവശയായി വീട്ടിൽ വന്നാൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അശ്രദ്ധ കാരണം, അപകർഷതാബോധം കാരണം കുട്ടികൾ ചിലപ്പോൾ നശിച്ചു പോകുന്നു. ഭർത്താക്കന്മാർ അലസരാണെന്ന് ഭാര്യമാരിൽ നിന്നും ചില റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരുടെ അലസത കാരണം ഭാര്യമാർക്ക് ജോലി ചെയ്യേണ്ടതായി വരുന്നു. അങ്ങനെയുള്ള ഭർത്താക്കന്മാരും പിതാക്കളും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണ്. നിങ്ങളുടെ അലസത കാരണം നിങ്ങളുടെ കുട്ടികളെ വധിക്കുന്നവരായി നിങ്ങൾ മാറരുത്. ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ വേണ്ട രീതിയിൽ നോക്കുന്നില്ലെങ്കിൽ ഇതും ഒരു രീതിയിലുള്ള വധമാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇതിന് മനോഹരമായ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ ഭാര്യയുടെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുട്ടികളും ബലഹീനരായിത്തീരുന്നതാണ്. ഇതും കുട്ടികളുടെ വധമാണ്. ഇതിന്റെ മറ്റൊരർത്ഥം ദാരിദ്ര്യം ഭയന്ന്
കുടുംബാസൂത്രണം ചെയ്യുക എന്നതാണ്. പ്രസവം നിർത്തുക എന്നതും വധമാണ്. മാതാവിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പേരിൽ മാത്രമേ പ്രസവം നിർത്താൻ പാടുള്ളൂ. ചിലപ്പോൾ ഡോക്ടർമാർ കുട്ടിയുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് മാതാവ് അപകടത്തിൽപ്പെടുമെന്ന് ഭയന്ന് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കാറുണ്ട്. ഈ അവസ്ഥയിൽ അത് അനുവദനീയമാണ്. എന്നാൽ ദാരിദ്ര്യം ഭയന്ന് ഇത് പാടില്ല. അള്ളാഹു പറയുന്നു, നഹ്നു നർസുഖുക്കും വയ്യാക്കും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, നിശ്ചയമായും അവരെ വധിക്കുക എന്നത് വലിയ അപരാധമാണ്. അതിനാൽ യഥാർത്ഥ മുസ്ലിം, ഒരു യഥാർത്ഥ വിശ്വാസി ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യില്ല. വലിയ പാപങ്ങളിൽ നിന്ന് മാത്രമല്ല, ചെറിയ തെറ്റുകളിൽ നിന്ന് പോലും അവൻ സുരക്ഷിതരാകാൻ ശ്രമിക്കുന്നു. അതിനാൽ ഈ കാര്യത്തിലേക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക, അവർക്ക് സമയം നൽകുക, അവരുടെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുക, ജമാഅത്തുമായി അവരെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം വീടുകളിൽ സ്ഥാപിക്കുക. കുട്ടികൾ സമൂഹത്തിലെ ഒരു ഉത്തമ ഭാഗമായി മാറി നാട്ടിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവരായി മാറട്ടെ. അവർക്ക് ഉന്നത ശിക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്ന കടമ മാതാപിതാക്കൾക്കുള്ളതാണ്. അതിനാൽ മാതാപിതാക്കൾ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിന് പകരം കുട്ടികളുടെ ശിക്ഷണ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ ശിക്ഷണ ചുമതല സ്ത്രീകളുടേതാണെന്ന് പറഞ്ഞ് പിതാക്കൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല. അതേപോലെ ഇത് പിതാവിന്റെ കടമയാണെന്ന് പറഞ്ഞ് ഉമ്മമാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഇരുവരുടെയും ജോലിയാണിത്. കുട്ടികളുടെ ശിക്ഷണ കാര്യത്തിൽ മാതാവും പിതാവും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണ് നല്ലവരായിത്തീരുന്നത്. ഈ നാടുകളിൽ നോക്കുക, തലാഖിന്റെ കാരണത്താൽ മാതാവ് മാത്രമുള്ള അല്ലെങ്കിൽ പിതാവ് മാത്രമുള്ള കുട്ടികൾ കൂടി വരികയാണ്. ആ കുട്ടികൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ സംഘാടകർ അവരോട് പൊറുതുമുട്ടിയിരിക്കുകയാണ്. പോലീസും കഷ്ടപ്പെടുകയാണ്. തെറ്റായ മാർഗത്തിൽ ചലിക്കുന്ന കുട്ടികളാണ് വലിയ കുറ്റവാളികളായി മാറുന്നത്. മറ്റൊരു ചിന്താർഹമായ കാര്യം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടയിലും തലാഖിന്റെ പ്രവണത വർദ്ധിച്ചു വരികയാണ്. അത് കാരണം കുട്ടികൾ നശിക്കുന്നു. ചിലപ്പോൾ തലാഖ് തുടക്കത്തിൽ നടക്കുന്നു, മറ്റു ചിലപ്പോൾ കുട്ടികളെല്ലാം ആയതിനു ശേഷമായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളുടെ അഹങ്കാരവും താൽപര്യവും എല്ലാം കുട്ടികൾക്കായി ത്യജിക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. 3 കാര്യങ്ങളാണ് വിവരിച്ചത്. ഇൻഷാ അല്ലാഹു തആല الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.